വെൽക്കം ടു ബിൽഡ് ഓൺ ഐഡിയാസ് ബെറ്റർ വേസ് ഓഫ് ബിൽഡിംഗ് യുവർ ഡ്രീം ഹോം. ഇന്ന് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ ഡൗട്ട്സ് ചോദിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് 4 സ്റ്റേജസ്, അതായത് ഒരു വീട് പണി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യാവുന്ന 4 സ്റ്റേജസിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ പറഞ്ഞപ്പോൾ ഓരോരുത്തരും പല സ്റ്റേജസിൽ നിൽക്കുന്ന ഒരുപാട് പേരെന്നെ വിളിച്ചിരുന്നു. അതായത് ചിലർ വീട് പണി പ്ലാൻ ചെയ്യുന്നു, വീട് പണി തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, ചിലർ വീട് പണിയുടെ സ്ട്രക്ചർ കുറച്ചായി, ചിലർ ഓൾറെഡി ഇലക്ട്രിക്കൽ ചെയ്ത് കഴിഞ്ഞു, ചിലർ വീട് പണി ഓൾറെഡി കുറേ ആയി, അതിനുശേഷം വീട് പണി ഓൾമോസ്റ്റ് തീരാറായി, ഇനി ഫർണിഷിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുറേ പേര് എന്നെ വിളിച്ച് കുറേ ഡൗട്ട്സ് എല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സ്റ്റേജസിനെ പറ്റി പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമുക്ക് ഇത് 4 സ്റ്റേജസിനെയും 4 വീഡിയോസ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഈ 4 സ്റ്റേജസിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 4 സ്റ്റേജസ് എന്ന് മാത്രമല്ല, ഞാൻ വീട് പണിയെ കുറിച്ച് അതിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിലും പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടാവും. അപ്പോൾ കൂടുതലും വീട് പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അറിയാൻ താല്പര്യമുള്ള വീട് പണി, ഇപ്പോൾ വീട് പണിയുന്നവരും അതുപോലെ കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും പലർക്ക് ഈ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കുള്ള ഇൻഫർമേഷൻസാണ് ഞാൻ കൂടുതലും ഈ എൻ്റെ ചാനലിലൂടെ ഞാനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ് സ്റ്റേജിൽ എങ്ങനെ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പലരും വീട് പണിയുടെ പ്ലാനിങ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇൻറ്റീരിയർ ഡിസൈനിങ്ങും പ്ലാൻ ചെയ്യേണ്ടത്. നമ്മളൊരു വീട് പണിയാനായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളുടെ ഫ്ലോർ പ്ലാൻ എല്ലാം തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഓരോ റൂമുകളുടെയും പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്ലാനിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ റൂമുകളിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അങ്ങനെ ഓരോ റൂമുകളും നോക്കുമ്പോൾ ചിലപ്പോൾ ബെഡ്റൂമിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലിവിങ് റൂമിനകത്ത് നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഉണ്ടാവില്ല. ഈ ബാത്റൂമിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ ഇപ്പോൾ കിച്ചൺ എടുക്കുകയാണ്, കിച്ചണിൽ നിങ്ങൾക്ക് ഒരു ഐലൻഡ് കിച്ചൺ വേണമെന്നൊരു തോന്നൽ. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് ആ ഐലൻഡ് കിച്ചൺ അതിനകത്ത് പിന്നീട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ഓപ്പൺ കിച്ചൺ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ്സ് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ഒരു പ്ലാനിങ് സ്റ്റേജിൽ. അതായത് വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് വളരെ പാടായിരിക്കും. അതായത് നിങ്ങൾക്ക് ആക്ച്വലി വീട് കാണുന്നില്ല, വീട് എങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം, ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 3D വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ച് കാശൊക്കെ ചിലവാകും, എന്നാലും നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് ഒരു ഫ്ലോർ പ്ലാൻ, നമുക്ക് കിട്ടുന്ന ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ അതിൻ്റെ 3D തന്നെ നമുക്ക് ഫ്ലോർ പ്ലാൻ ആയിട്ട് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള വിഷ്വലൈസേഷൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ഉദാഹരണം ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണിക്കുന്ന 3D വ്യൂ 3D പ്ലാൻ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് 3D പ്ലാനിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഒരു 7 അടി ഹൈറ്റിൽ കട്ട് ചെയ്തതിന് ശേഷം അത് ഭംഗിയായിട്ട്, വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിലും എവിടെ ഇന്ന സാധനങ്ങൾ, ഓരോ സാധനങ്ങൾ എവിടെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഭംഗിയായിട്ട് നിങ്ങളുടെ ഇൻറ്റീരിയർ ഡിസൈൻ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡ്രോയിങ്ങും ഡീറ്റെയിലേക്കൊക്കെ പിന്നീട് നിങ്ങൾക്ക് കടക്കാം. എന്നാലും നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് കടന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ റൂംസ് എല്ലാം പ്ലാൻ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നാം
ഇപ്പോൾ ഈ റൂമിനകത്ത് സൗകര്യം പോരാ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാനിങ് സ്റ്റേജ് ആകുമ്പോൾ വളരെ ഭംഗിയായിട്ട് ആ പ്ലാനിൽ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഏതെങ്കിലും റൂം ചെറുതായി തോന്നുകയാണെങ്കിൽ അത് വലുതാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വോൾ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രസ്സിങ് ഏരിയയ്ക്ക് കുറച്ച് പ്രൈവസി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കാര്യമുള്ളത്, കുറച്ചും കൂടെ ബഡ്ജറ്റ് നിങ്ങൾക്കുണ്ട്, അത്യാവശ്യം നിങ്ങൾക്ക് ഒരു സ്പെൻഡിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ വീട് കുറേ കൂടെ ഭംഗിയായിട്ട് വിഷ്വലൈസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3D വിഷ്വലൈസേഷൻ ചെയ്യാം. ഓരോ റൂം ബൈ റൂമും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഈവൻ വാക്ക് ത്രൂ പോലും അവൈലബിൾ ആണ്, പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാലും നിങ്ങൾക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഓരോ റൂമും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള സ്കോപ്പും അതുപോലെയുള്ള കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. ഞങ്ങൾ 3D ഡിസൈനേഴ്സ് ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെയും സമീപിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾക്കെല്ലാം. ഇപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, അതിന് 3D ആയിട്ട് ബന്ധമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് 3D വിഷ്വലൈസേഷൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു 10 വർഷമായിട്ട് ചെയ്യുന്നതാണ് ഈ 3D വിഷ്വലൈസേഷൻ. പലർക്കും പല രീതിയിൽ നല്ല രീതിയിലുള്ള ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്താണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഫുള്ളായിട്ട് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് തരാനുള്ള സൗകര്യം നമുക്കുണ്ട്. നമ്മൾ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ്. എറണാകുളത്ത് മാത്രം നമ്മൾ ഫുൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും 3D ഡിസൈൻ ചെയ്യാനായിട്ട് ഞങ്ങളെ സമീപിക്കാവുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ 3D ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വർക്കിംഗ് ക്വാളിറ്റി എല്ലാം കാണിക്കാനായിട്ട് 1-2 സാമ്പിൾസ് ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണാവുന്നത് പോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റൂംസ് എല്ലാം വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് ആക്ച്വലി റൂം പണിതതിന് ശേഷം ഫോട്ടോ എടുത്തിട്ടുള്ളതല്ല. ഈ വീഡിയോസ് എല്ലാം ഈ കാണുന്ന ഷോർട്സ് എല്ലാം ഞങ്ങൾ 3Dയിൽ വിഷ്വലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വീട് പണി ചെയ്യുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള ഷോർട്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഷോർട്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ വീട് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുള്ള ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് കൂടുതലും കിട്ടുന്നത് എപ്പോഴും ഒരു പ്ലാനിങ് സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങളുടെ വീടിന്റെ പ്ലാൻ തയ്യാറായതിനു ശേഷം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള പല ഫോട്ടോസ് ഉണ്ടാവാം, നിങ്ങൾ മാഗസീനിൽ തപ്പി അങ്ങനെ ഒരുപാട് ഒരു റിസർച്ച് തന്നെ നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനം എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഒരു ഇന്റീരിയർ, ഇപ്പോൾ ഞങ്ങളെ പോലുള്ള ഒരു ഇന്റീരിയർ ഡിസൈനറിന്റെ ഒരു സഹായം തേടാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റൂമിനകത്ത് ഓരോ റൂമിനകത്തും ചെയ്യാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങളായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു പ്ലാനിങ് സ്റ്റേജിൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിലിംഗ് കൂടെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിലിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. അത് ഇപ്പോൾ സ്റ്റേജ് ആയില്ലല്ലോ, ഞങ്ങളുടെ വീട് പണി തുടങ്ങിയുള്ളൂ, അപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം എന്താ, ഇങ്ങനെയൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ച് നിങ്ങളൊരു പ്ലാനിങ് സ്റ്റേജിൽ ചിന്തിച്ചില്ലെങ്കിൽ അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് വീട് പണി എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫർണിഷിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പല സൗകര്യങ്ങളും അതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഒരുപാട് പൊളിച്ചു പണിയും പിന്നെ അതുപോലെ ഒരുപാട് എക്സ്പെൻസസ് ഒക്കെ അനാവശ്യമായിട്ട് വരും. അപ്പോൾ ആ അനാവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ തന്നെ ആണ് മറ്റൊരു കേസ്. അതായത് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വീട് പണിയുടെ കാര്യമാണ് ഞാൻ കൂടുതലും പറഞ്ഞത്. എന്നാൽ അപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ നിങ്ങൾ സാധാരണ ഗതിയിൽ ഒരു ബിൽഡറിന്റെ കയ്യിൽ നിന്ന് നിങ്ങളൊരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി കുറെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാണ്. പക്ഷെ ഒരു സാധ്യത നമുക്കുള്ളത് വീട് പണി അല്ല, ഒരു അപ്പാർട്ട്മെന്റ് നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം, ആ അപ്പാർട്ട്മെന്റ് സാധാരണഗതിയിൽ നിങ്ങൾ ഒരു അഡ്വാൻസ് കൊടുക്കുമ്പോൾ ആ ബിൽഡറായിട്ട് ഒരു ടേംസിലെത്തി നിങ്ങളൊരു കോൺട്രാക്ട് അഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്ത് അവർ ആ ഫ്ലാറ്റിന്റെ പണി തുടങ്ങി നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് സ്റ്റേജ് എത്തി കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സൗകര്യക്കുറവുകളുണ്ടെങ്കിൽ ഇപ്പൊ അവർ സാധാരണഗതിയിൽ ഒരു ബ്രോഷർ ഉണ്ടാവും, അതിനകത്ത് അതിന്റെ പ്ലാൻ ഉണ്ടാവും, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതിനകത്ത് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണം. ചില മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കില്ല, കാരണം അതിന്റെ കോളംസും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാലും അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ അതിനകത്ത് കുറേയൊക്കെ വരുത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അപ്പാർട്ട്മെന്റും ഭംഗിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു വീട് പണിയിൽ ഇന്റീരിയർ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാവുന്ന ഫസ്റ്റ് സ്റ്റേജിനെ കുറിച്ചാണ്. ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ്. അതായത് സാധാരണ ഇപ്പൊ വീട് പണിയുന്ന പലരും വീട് പണിയുടെ സ്ട്രക്ചർ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാവുന്ന ഒരു സമയം തന്നെയാണ്. സ്ട്രക്ചറിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ചില ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടില്ല. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വോള് പൊളിക്കേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ആ റൂമിനകത്ത് കിട്ടിയില്ല, ഇങ്ങനെയുള്ള ചില ഫ്ലെക്സിബിലിറ്റി കുറവുകൾ വരും. എന്നാൽ പോലും സ്ട്രക്ചറിൽ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഇന്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ
നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വേറെ ഏതെങ്കിലും വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് സംശയമുള്ള എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിലെല്ലാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസിൻ്റെ എല്ലാം താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, അത് എന്നെ വിളിക്കണം എന്ന് നിർബന്ധമില്ല. എനിക്കിപ്പോൾ എല്ലാ കോളും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ പല മീറ്റിംഗ്സിന് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ എനിക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ പല വീഡിയോസിലും പലരും പല ഡൗട്ട്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സിനെല്ലാം ഞാൻ അത്യാവശ്യം എനിക്ക് അറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ നല്ല രീതിയിൽ ആൻസർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അടുത്തതായി ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ, സെക്കൻഡ് വീഡിയോ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ വീട് പണി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ലിവിംഗ്.